ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൈഫിലെ ബേർഡ് പാർക്കിലാണ്. അടിപൊളി വൈബുള്ളൊരു പ്ലേസാണ്. നമ്മൾ ഇതിനകത്തേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെയാണ് എത്തുന്നത്. അവിടെ നമുക്ക് നല്ല ബേർഡ്സൊക്കെ ഫ്രണ്ട് തന്നെയാണുള്ളത്. വലിയ വലിയ ബേർഡ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. അവർ തന്നെയാണ് നമുക്ക് ബേർഡ്സിനെ തലയിലും കയ്യിലൊക്കെ വെച്ച് തരുന്നത്, ഈ വലിയ ബേർഡ്സിനൊക്കെ. നമ്മൾ തറയിലൊക്കെ നോക്കി നടന്നിട്ടില്ലെങ്കിൽ നമ്മളോട് ബേർഡ്സിനൊക്കെ ചവിട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇപ്പോൾ ഗൗരിയുടെ തലയിലും കൈകളിലൊക്കെയാണ് ബേർഡ്സിനെ വെക്കുന്നത്. ഫസ്റ്റ് അവൾ കംഫർട്ട് അല്ലാത്ത പോലെയുണ്ട്, പക്ഷെ അവൾക്ക് പെറ്റ്സിനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവൾ കംഫർട്ടായി, കുഴപ്പമില്ല. ഇതിപ്പോൾ കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ മെല്ലെ മെല്ലെ അവൾക്ക് ചെയ്യുന്നുള്ളൂ, കുഞ്ഞായത് കൊണ്ടായിരിക്കാം. അവർ ഗൗരീൻ്റെ അടുത്ത് ക്യാമറയിൽ നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് പക്ഷിയെ കയ്യിൽ വെച്ചു. ഫസ്റ്റ് നമ്മളൊന്ന് കംഫർട്ടാക്കിയതിന് ശേഷം അവർ കൂടുതലായിട്ട് വെച്ച് തരാൻ നോക്കും. നെക്സ്റ്റ് നല്ല മൾട്ടി കളറായിട്ടുള്ള ഈ പാരറ്റിനെയാണ് അവൾക്ക് കയ്യിൽ വെച്ച് കൊടുക്കുന്നത് അവർ. ഇവിടെയുള്ള മുഴുവൻ ബേർഡ്സിനെയും നമുക്ക് അവർ നമ്മളെ ഷോൾഡറിലും കൈകളിലൊക്കെ, വലിയവർക്കാണെങ്കിൽ മുഴുവൻ തലയിൽ, കയ്യിൽ, ഷോൾഡറിലൊക്കെ അങ്ങ് നിരത്തി വെച്ച് തരും. മുഴുവനും ഒരുമിച്ചൊക്കെ വെച്ച് തരും. സൂപ്പറാണ് സംഭവം. ഇവിടെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പാർക്ക് ഓപ്പൺ ആവുന്നത്. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പ്ലേസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഡെസ്റ്റിനേഷൻ മാത്രം അവർ കാണിച്ചു തരുന്നില്ല കറക്റ്റായിട്ട്. ഞങ്ങളങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നെ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നമുക്ക് 1 മണിക്കൂർ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളടുത്ത് അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയും. കുട്ടികൾക്ക് ടിക്കറ്റിന് 10 റിയാലും അതേപോലെ തന്നെ വലിയവർക്ക് 20 റിയാലുമാണ്. നെക്സ്റ്റ് ഡോറിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇവിടെ കൂട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കിളികളെ കാണാൻ പറ്റും. നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പക്ഷികളുടെ തീറ്റ വാങ്ങിക്കാൻ പറ്റും. ഒരു ബോക്സിന് 5 റിയാലാണ്. ഈ കാണുന്ന സ്ഥലത്ത് നമ്മളെ ബേർഡ്സൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച തീറ്റയുണ്ടല്ലോ, അത് നമ്മൾ കയ്യിൽ വെച്ച് കൊടുത്താൽ നമ്മളെ കയ്യിലൊക്കെ അത് വന്നിട്ട് നിൽക്കും. തലയിലും ഷോൾഡറിലൊക്കെ ഇവിടുന്ന് കയറും. നമുക്ക് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവരിവിടെ സ്പോട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടികളൊക്കെ അവരുടേതായ ഒരു ലോകത്തായിരിക്കും ഇവിടെ വന്നാൽ. വലിയവർക്കും നല്ല ഇഷ്ടമാവും. തറയിലൊക്കെ ഒത്തിരി പക്ഷികളുണ്ട്. ഇനി വരുന്ന ഒരു പക്ഷി എൻ്റെ തലയിലാണ് നേരെ കയറിയിരിക്കുന്നത്. ഗൗരി ഇപ്പോൾ നല്ല കംഫർട്ടബിളായി. അവൾ തറയിൽ നിന്നൊക്കെ പിടിച്ച് കയ്യിലൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. തറയിൽ കാണുന്നൊന്നിനും പിടിച്ചു. അപ്പം ഞാൻ കയ്യിലിങ്ങനെ ആ തീറ്റ വെച്ച് കൊടുത്തപ്പോൾ അത് പറന്ന് എൻ്റെ കയ്യിലേക്ക് വരികയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഡോറിൽ അവിടെ കുറേ സൗദികളിങ്ങനെ പറത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കിളികളെ കയ്യിൽ വെക്കുന്നുണ്ട്. അവിടെ കുറേ സൗദികളുണ്ട്. ഗൗരി ഇവിടെ നല്ല ഹാപ്പിയാണ്. അവൾക്ക് ഇവിടെ നിന്ന് പോകാനേ ഇഷ്ടമല്ല. നമ്മളിനി നെക്സ്റ്റ് ഡോറിലെ കാഴ്ചകൾ കണ്ടാൽ ഇവിടെ നിന്ന് ഇറങ്ങും. അവിടെ അവർ സെറ്റ് ചെയ്തത് ഇതുപോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് അവിടെ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. ഇതിനകത്ത് സ്വാനൊക്കെ ഉണ്ട്, അതുപോലെ വ്യത്യസ്തമായ എന്തൊക്കെയോ ഉണ്ട്. എല്ലാത്തിൻ്റെയും നെയിം എനിക്കറിയില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം നമ്മുടെ തായിഫിലെ ബേർഡ് പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടത് വെള്ളമയിലിനെയും
നമുക്ക് കറുത്ത മയിലിനെയൊക്കെ കാണാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ കാണുന്നത്.